മന്ത്രി പി.സി. വിഷ്ണുനാഥിനെ എടുത്തുകൊടുത്ത് പയ്യന്മാർ. സാംസ്കാരിക മന്ത്രി പി.സി. വിഷ്ണുനാഥിന്റെ ഒരു വസ്ത്രധാരണ രീതിയെ പരിഹസിക്കുകയാണ് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും ജെൻ സിയിൽപ്പെട്ട നമ്മുടെ പയ്യന്മാർ. എന്താണ് പി.സി. വിഷ്ണുനാഥിന് സംഭവിച്ചത്? അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഒന്ന് അനുകരിച്ചു നോക്കിയതാണ്, പക്ഷേ ഏറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് ഉമ്മൻചാണ്ടിയെ ഇത്രമാത്രം അനുകരിക്കാൻ കാരണം? ഉമ്മൻചാണ്ടിയുടെ വേഷവിധാനം നമുക്കറിയാമല്ലോ. അദ്ദേഹം ഏതാണ്ട് 1980കളുടെ പകുതിയോടുകൂടി സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് എ.കെ. ആന്റണിയുടെ പിൻഗാമിയായി എ ഗ്രൂപ്പിൽ സജീവമായി നിന്ന സമയം, കെ കരുണാകരനെതിരെ ആഞ്ഞടിക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ കീറിയ ഖദർ ഷർട്ടാണ്. ഒന്നുകിൽ ഷർട്ട് കീറിയിരിക്കും, അല്ലെങ്കിൽ ഈ കീറിയ ഷർട്ട് തുന്നിയിരിക്കും. ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി അന്നു മുതൽ പ്രത്യക്ഷപ്പെട്ടത്. ഏതാണ്ട് 2000 ആണ്ടിന്റെ പകുതിയോടുകൂടി തന്നെ അദ്ദേഹം ഈ ഒരു വസ്ത്രധാരണ രീതി ഉപേക്ഷിച്ചു. അതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ ഈ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നിരവധി കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്, നിരവധി അഭിമുഖങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് മുൻ കൃഷിമന്ത്രി കൂടിയായ വി.എസ്. സുനിൽകുമാർ, അദ്ദേഹം CPI നേതാവെന്നാണ് നമുക്കറിയാം. അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായിട്ട് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്. അങ്ങയുടെ ഈ കീറിയ ഷർട്ടിന്റെ ചരിത്രം. അതിൽ ഉമ്മൻചാണ്ടി പറയുന്നത്, എനിക്ക് 2 ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ഓരോ ദിവസവും അലക്കുകാരൻ്റെ കൊടുക്കും. അപ്പോൾ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ദിവസം അലക്കുകാരൻ മറ്റേ ഷർട്ട് കഴുകി വൃത്തിയാക്കി തേച്ച് കൊണ്ടുതരും. അങ്ങനെ ഒരു ദിവസം ഈ അലക്കുകാരൻ തരാതായി ആ സമയത്ത് ലാൽജി എന്ന് പറയുന്ന തൻ്റെ സഹപ്രവർത്തകൻ KM ജോർജിൻ്റെ മകൻ്റെ ഒരു ഷർട്ട് എനിക്ക് എടുത്തിട്ട് തന്നു. അതാണ് ഈ കീറിയ ഷർട്ട് എന്നൊക്കെ ഉമ്മൻചാണ്ടി ന്യായീകരിക്കുന്നുണ്ട്. പല ഇന്റർവ്യൂവിനും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ഈ കീറിയ ഷർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡായി. ചപ്പി ചതറിയ മുടിയും ചീകാത്ത മുടിയും ഈ കീറിയ ഷർട്ടും ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഈ അടവ് എന്നായിരുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ ഈ വേഷധാരണത്തെ വിമർശിച്ചവർ പറഞ്ഞ ഒരു കാര്യം. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഈ കീറിയ വസ്ത്രധാരണം, ഖദർ ഷർട്ട് എന്നുള്ളത് കോളേജിലെ KSUക്കാർ മുതൽ സ്കൂളിലെ KSUക്കാർ മുതൽ നാട്ടിലെ തുക്കട നേതാക്കൾ വരെ ഈ കീറിയ ഖദർ ഷർട്ടുമായി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആരാധകർ ആ ഒരു വേഷധാരണം ഏറ്റെടുത്തു. കാരണം ഈ കീറിയ ഷർട്ട് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ പാവപ്പെട്ടവനാണല്ലോ, എന്നെക്കാളും താഴെ നിൽക്കുന്ന ആളാണല്ലോ എന്ന് ഒരു ശരാശരിക്കാരന് തോന്നും. ആ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും അന്ന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഈ വസ്ത്രധാരണത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തെ അനുകരിച്ച സ്കൂളിലെ KSUക്കാർ മുതൽ കോളേജിലെ KSUക്കാർ മുതൽ നാട്ടിലെ നേതാക്കന്മാർ മുതൽ എല്ലാവർക്കും ഇത്തരത്തിൽ ആ ഒരു കീറിയ ഷർട്ട് ഇട്ടുകൊണ്ടുള്ള പൊതുരംഗത്തുള്ള പ്രത്യക്ഷപ്പെടൽ, ഇങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മീഡിയകൾ സജീവമായതോടുകൂടി ഉമ്മൻചാണ്ടി തന്നെ അതിലെ ചളുപ്പ് തിരിച്ചറിയുകയും അദ്ദേഹം നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തതോടുകൂടി ആ യുഗം അവസാനിച്ചു. അതായത് കീറിയ ഖദർ ഷർട്ട് ഇടുക, അല്ലെങ്കിൽ കീറിയ ഖദർ ഷർട്ടിന്റെ ആ ഭാഗം തുന്നിത്തയ്ച്ചുകൊണ്ട് ഇടുക എന്നുള്ള ആ വസ്ത്രധാരണ രീതി ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു. അതോടുകൂടി അത്തരമൊരു യുഗത്തിന് തന്നെ പൂർണ്ണ വിരാമമായി. യൂത്ത് കോൺഗ്രസ്സുകാർ ഇടാതായി, നേരത്തെ പറഞ്ഞ സ്കൂളിലെ കുട്ടി നേതാക്കൾ ഇടാതായി, കോളേജിലെ കുട്ടി നേതാക്കൾ ഇടാതായി, നാട്ടുംപുറത്തെ നേതാക്കൾ അത്തരമൊരു വസ്ത്രധാരണ രീതി അനുകരിക്കുന്നത് എന്നേക്കുമായി ഉപേക്ഷിച്ചു. കാരണം അത് പിടിക്കപ്പെട്ടു തുടങ്ങി. ട്രോളുകൾ വന്നതോടുകൂടി ഉമ്മൻചാണ്ടിക്ക് തന്നെ മനസ്സിലായി, ഇനി ഇത് കീറിയ ഷർട്ടിട്ട് അല്ലെങ്കിൽ കീറാത്ത ഷർട്ട് കീറി തുന്നിത്തയ്ച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ട്രോളുണ്ടാകും. പഴയ കാലമല്ല, പഴയ പത്രത്തിലെ കാർട്ടൂൺ മാത്രമല്ല, ടെലിവിഷൻ സജീവമായി വരുന്നു, അവിടൊക്കെ തന്നെ താൻ പിടിക്കപ്പെടും എന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടാണോ എന്നറിയില്ല ഉമ്മൻചാണ്ടി അത് അവസാനിപ്പിച്ചതോടുകൂടി ആ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ എന്നേക്കുമായി കേരളത്തിൽ അവസാനിച്ചു. അതൊരു എടുക്കാച്ചരക്കായി മാറി. ഉമ്മൻചാണ്ടിയുടെ മകൻ വന്നു, ചാണ്ടി ഉമ്മൻ വന്നതോടുകൂടി അദ്ദേഹം വേഷധാരണ തന്നെ മാറ്റി. വല്ലപ്പോഴുമൊക്കെ അദ്ദേഹം ഖദറിടുകയുള്ളൂ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാത്രമേ അദ്ദേഹം ഖദറിടുകയുള്ളൂ. അല്ലാത്ത സമയത്ത് അദ്ദേഹം ടീഷർട്ടും ജീൻസും ഏറ്റവും പുതിയ ഹൈടെക് സൈക്കിളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പോലും അനുകരിക്കാത്ത ഒരു വേഷധാരണ രീതിയായി, കാലഹരണപ്പെട്ട ഒരു രീതിയായി ഉമ്മൻചാണ്ടിയുടെ ഒരു പഴയ ബ്രാൻഡ് എന്ന നിലയിൽ ആ ഒരു വസ്ത്രധാരണ രീതി എന്നേക്കുമായി കാലഹരണപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു. നമ്മുടെ പുതിയ നേതാക്കൾ പോലും, വി.ഡി. സതീശനായാലും, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോലും രാവിലെ നടക്കാനിറങ്ങുന്നത് കാണാം. ഷോർട്സും ടീഷർട്ടും ഇട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതേപോലെ തന്നെ
രമേശ് ചെന്നിത്തല, അദ്ദേഹവും വ്യായാമം ചെയ്യുന്ന രീതി നമുക്ക് ട്രാക്ക് സൂട്ടും അതേപോലെ ടീഷർട്ടും ഒക്കെ ഇട്ടാണ് അദ്ദേഹം വ്യായാമം ചെയ്യുന്നത്. ഫുൾ ടൈം ഖദർധാരികളെല്ലാവരും, പക്ഷേ അവർ ഖദറിടുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വിഷ്ണുനാഥിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുനാഥ് പഴയ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു വസ്ത്രധാരണ രീതി, അതായത് കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ് പ്രശ്നമായത്. അദ്ദേഹം വിചാരിച്ചു ആ കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ കാലഹരണപ്പെട്ട ഉമ്മൻചാണ്ടി പോലും തള്ളിക്കളഞ്ഞ ആ ഒരു വസ്ത്രധാരണ രീതി ഈ പുതിയ കാലത്ത് 2026 കൊണ്ടുവന്നു കഴിഞ്ഞാൽ തനിക്കും പണ്ട് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ കയ്യടി കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ എന്നറിയില്ല, PC വിഷ്ണുനാഥ് ഈ കീറിയ ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ് പയ്യന്മാർക്ക് അത്ര പിടിക്കാതെ പോയത്. സാംസ്കാരിക മന്ത്രിയുടെ ഈ ഒരു ഷർട്ട് കണ്ടിട്ട് ഇപ്പോൾ പയ്യന്മാർ ഇരിക്കപ്പുറതി ഇല്ലാതെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്. എന്തൊരു കള്ളത്തരമാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി കാണിക്കുന്നത്. മീറ്ററിന് 2000 രൂപ വരെയുള്ള ലിനൻ ഷർട്ട് ഇട്ടുകൊണ്ട് ആ ഷർട്ട് കീറി പാവപ്പെട്ടവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കപടനാട്യമല്ലേ മന്ത്രി കാണിക്കുന്നത്. കയ്യിലിരിക്കുന്ന ഐഫോൺ ആണ്, കാറിന്റെ പേര് പറയുന്നു. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തെ വലിയ തോതിൽ വലിച്ച് കീറി ഒട്ടിക്കുകയാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ PC വിഷ്ണുനാഥിനെ പയ്യന്മാർ എടുത്ത് ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു കള്ളത്തരം കാണിച്ചതിന് PC വിഷ്ണുനാഥ് ബോധപൂർവം ചെയ്തത് തന്നെയാണിത്. എവിടെയെങ്കിലും കൊണ്ട് കീറിയതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു മന്ത്രിക്ക് അത്രമാത്രം അശ്രദ്ധയോ, അങ്ങനെ എവിടെയെങ്കിലും മന്ത്രിക്ക് അപകടം പറ്റിയെങ്കിൽ തീർച്ചയായും അത് വലിയ വാർത്തയാകുമായിരുന്നു. അദ്ദേഹം ചെയ്തത് പഴയ ഉമ്മൻചാണ്ടി ട്രെൻഡ് ഒന്ന് തിരിച്ചു പിടിച്ചാലോ കളം മാറ്റി പിടിച്ചാലോ ഇപ്പോൾ അത് ഏക്കുമോ എന്നുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഒരു പരിപാടിയാണ്. പക്ഷേ പണി പാളിയിരിക്കുന്നു. PC വിശ്വനാഥിൻ്റെ ഈ ഒരു കള്ളത്തരം പയ്യന്മാർ പൊക്കിയിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പയ്യന്മാരുടെ കാര്യം അറിയാമല്ലോ, ജെൻസിയാണ്, പൂക്കികളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ. അതുകൊണ്ട് പൂക്കികൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഉടായ്പ് കണ്ടാൽ അപ്പോൾ തന്നെ പിടികൂടും, അപ്പോൾ തന്നെ ഓൺ എയർ ആക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജെൻസിയുടെ പ്രത്യേകത, പയ്യന്മാരുടെ പ്രത്യേകത. അങ്ങനെ PC വിശ്വനാഥിൻ്റെ ഈ ഒരു കള്ളത്തരം പയ്യന്മാർ കണ്ടുപിടിക്കുകയും അങ്ങനെ PC വിശ്വനാഥിനെ ഓണയറാക്കി നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. വെളുത്തിട്ട് പാറിക്കോളൂ, പക്ഷെ എന്തിനാണ് മീറ്ററിന് 2000 രൂപ വിലയുള്ള ഈ ലിനൻ ഷർട്ട് വാങ്ങി തയ്പ്പിച്ചിട്ടിട്ട് കീറി ഞങ്ങളുടെ മുന്നിൽ പട്ടിണിപ്പാവമായിട്ട് അഭിനയിക്കുന്നത് എന്ന് തുടങ്ങി കമന്റുകളോട് കമന്റുകൾ. PC വിശ്വനാഥ് ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എന്നേക്കുമായി ഈ പരിപാടി നിർത്തി അവസാനിപ്പിച്ചു പോകും. അദ്ദേഹം ഒരു പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ട് നോക്കിയതാണ്. ഒരു പക്ഷേ ഇത് ഏറ്റു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന 5 വർഷം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് അദ്ദേഹം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഉമ്മൻചാണ്ടിയുടെ ഡ്രസ് കോഡ് ഒന്ന് കടമെടുത്ത് നോക്കിയതാണ്. പക്ഷേ തുടക്കത്തിലെ പാളി, തുടക്കത്തിലെ കയ്യോടെ ഈ കള്ളത്തരം പിടിച്ചിരിക്കുന്നു. PC വിശ്വനാഥ് ഇനി മേലിൽ കീറിയ വസ്ത്രം ഇടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കീറിയ ഖദറോ കീറിയ ഷർട്ടോ ഇടില്ല കാര്യം ഉറപ്പാണ്. കാരണം അത്തരത്തിലാണ് പയ്യന്മാർ എടുത്ത് PC വിശ്വനാഥിനെ എടുത്ത് ഭിത്തിയിൽ തേച്ചിരിക്കുന്നത്, എടുത്ത് ഉടുത്തിരിക്കുന്നത്. PC വിശ്വനാഥിന് മാത്രമല്ല ബാക്കി മുഴുവൻ പേർക്ക് ഇത് ബാധകമാണ്. പഴയ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു തന്ത്രം കടമെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിൽ ആരെങ്കിലും കരുതുന്നെങ്കിൽ, PC വിശ്വനാഥിനെ പോലെ ആരെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലോ പ്രായോഗികമാക്കുന്നുണ്ടെങ്കിലോ ഓർത്തുകൊള്ളുക, ഉമ്മൻചാണ്ടിയുടെ കാലമല്ല, വെറും കാർട്ടൂണിൽ പത്രത്തിൽ മാത്രം ഒതുങ്ങുന്ന കാലമല്ല, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പിടിക്കുക മാത്രമല്ല ഓൺ എയർ ആക്കുകയും ചെയ്യും. അതാണ് PC വിശ്വനാഥിന് സംഭവിച്ചത്. അതുകൊണ്ട് ഓർക്കുക, നല്ല ഡ്രസ് ഇടുക, മാന്യമായി വേഷം ധരിക്കുക, വേഷം കെട്ടൽ കാണിക്കരുത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.